ആമ്പൽ ഫിലിമിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ടീന ഫസ്റ്റ് കണ്ടുവെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് പോകണേ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. റോഷനും ടീനയും ബീച്ചിലിരുന്ന് സംസാരിക്കുന്നു. യാചകരായ രണ്ട് കുട്ടികളെ കാണുന്നു. നമ്മുടെ മനസ്സലിവുള്ള നായിക റോഷൻ്റെ സഹായത്തോടെ അവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ, നിൽക്ക് ഒരു മിനിറ്റ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയും ടക്കെന്ന് നിങ്ങളുടെ ഫോണിൽ. എടി മോളെ, അച്ഛനിപ്പ കഞ്ഞി കൊടുക്കേണ്ട സമയമാ, നീ ഒന്ന് സഹായിക്കടി. ഇത് കത്തണമില്ലല്ലോ ദൈവമേ. ആഹാ, രണ്ടുപേരും പാചകത്തിലാണല്ലോ. ദേ പോയി. എന്നെ പേടിയുള്ളത് കൊണ്ടായിരിക്കും അകത്തേക്ക് ഓടിയത്. അതേന്ന് തോന്നുന്നു. വളരെ കഷ്ടമാണ് ഇവരുടെ ജീവിതം, അല്ലേ റോഷൻ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും സഹായം ഇവർക്ക് വേണ്ടി ചെയ്യണം. അല്ലെങ്കിലും തന്റെ മൈൻഡ് അതാണല്ലോ, പരോപകാരമേ പുണ്യം. തന്റെ കൂടെ എന്തിനും ഞാനുണ്ടോ, ഫുൾ സപ്പോർട്ട്. വരൂ റോഷൻ. ഹായ് മോളെ. മക്കൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കഞ്ഞി ആകുന്നതേ ഉള്ളൂ. നിങ്ങളിരിക്കേ. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം? ഏത് ഹോസ്പിറ്റലിൽ നിന്നാ മരുന്നൊക്കെ വാങ്ങണേ? വണ്ടാനത്ത് നിന്നോ? ആരുമില്ലേ സഹായിക്കാൻ? അച്ഛൻ എണീറ്റൊക്കെ ഇരിക്കുമല്ലോ അല്ലേ? ആയില്ല, മെല്ലെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ. അപ്പൊ ആരും ഒന്നും കഴിച്ചിട്ടില്ലല്ലേ? ഭക്ഷണം കഴിക്കാത്തതാണ് കൂടുതലും ക്ഷീണം. ഞാനെടുത്ത് കൊടുക്കാം. എന്നാ മക്കളെ, നിങ്ങൾ കഴിക്കേ. ഇതാ കഴിച്ചോളൂ. വളരെ നന്ദിയുണ്ട് മക്കളെ. ഇനി നമുക്ക് 2 ഫോട്ടോ എടുത്താലോ? റെഡിയാണോ നിങ്ങള്? ഞങ്ങൾ രണ്ടുപേരും റെഡിയാണേ. രണ്ടുപേരും ഇവിടെ നേരെ ഒന്ന് നിന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. എടാ മക്കളെ, നിങ്ങളൊന്ന് ചേർന്ന് നിന്നേ. റോഷൻ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആ കുട്ടികളുടെ അമ്മയുടെ കാര്യമല്ലേ? ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളാണെങ്കിൽ അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അമ്മയെക്കുറിച്ച് ആര് ചോദിച്ചാലും ഒന്നും പറയരുതെന്ന് കുട്ടികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവാം. ശരിയാണ്, അവരുടെ ജീവിതത്തിൽ എന്തോ ട്രാജഡി നടന്നിട്ടുണ്ട്. അതെ, നമ്മൾ എത്ര ചോദിച്ചിട്ടും അവരത് പറയാൻ മടിക്കുന്നു. നമ്മൾക്ക് ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ എടുക്കണം. ആ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണല്ലേ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇത്രയ്ക്ക് മോശ സാഹചര്യത്തിലാണ് അവരെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല അവരുടെ ജീവിതം. അപ്പൊ താൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ കണ്ടതല്ലേ അവരുടെ അവസ്ഥ. ആരെങ്കിലും ഉണ്ടോ അവരൊന്ന് സഹായിക്കാൻ? അതിനാണല്ലോ നമ്മളും നമ്മുടെ ഈ ഐഡിയയും. അത് കുറച്ച് താമസിച്ചു പോവില്ലെന്നാ എന്റെ സംശയം. ഏയ്, തനിക്ക് അവരോടുള്ള സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് മനസ്സിലാവും. അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. പക്ഷേ ഒരു പക്ഷേയുമില്ല.
എത്രയും വേഗം അവരൊരു സേഫായ സ്ഥലത്തേക്ക് മാറ്റിയേ പറ്റൂ. അതൊക്കെ ശരിയാക്കാം, പക്ഷെ അതിനുള്ള പണം. അതോർത്ത് നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ തരാം. പക്ഷെ നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഹെൽപ്പൊക്കെ എൻ്റെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ തനിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വാസമൊക്കെയാണ്. നീ എന്നും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ആ അച്ഛന് നല്ലൊരു ചികിത്സ കൊടുക്കണം, ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും, പിന്നെ അവർക്കൊരു വീടില്ല, ഒരു നല്ലൊരു വീട് വെച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നെ നടക്കാതെ? പൈസയുടെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, അതെന്തായാലും നടക്കും. സോഷ്യൽ മീഡിയയിൽ നിന്ന് സഹായം ലഭിക്കുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല, അതിനുള്ള ക്ഷമയില്ല, അതാ കാര്യം. പിന്നെ അവരുടെ വിവരങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാം. സഹായം ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. നിന്റെ ആത്മാർത്ഥമായ സ്നേഹം അവരോട് കാണിക്കുന്നത് കണ്ടില്ലെന്നാവാൻ എനിക്കും പറ്റുന്നില്ല. ഞാൻ കൂടെ ഉണ്ടാവും. അത് മാത്രം പോരടാ, അവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം അവർക്കൊരു കരുതലായി നിൽക്കുകയും വേണം. ആദ്യം തരാനുള്ള കാശും കിട്ടുക, എന്നിട്ട് ഒരു ആയുസിന്റെ മുഴുവൻ മരുഭൂമി തീർത്ത് നാട്ടിലെത്തിയാൽ ആർക്കും വേണ്ടാത്ത അതാടാ പ്രവാസി. അതോടുകൂടി മാധവേട്ടൻ തളർന്ന് കിടപ്പില്ല. പിന്നെ ഈ 2 കുട്ടികളുടെ കാര്യം. ടീന പാർട്ട് 2 കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഭാഗം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും ഷെയറും.